ഒരു കുട്ടിയില്ലേ ദിയ, അതീ നിൽക്കുന്ന കുട്ടിയാണോ? ചോദിച്ച കേട്ടില്ലേ, അതീ കുട്ടിയാണോന്ന്? അതെ, എന്താ പ്രശ്നം? പ്രശ്നം ഞാൻ പറയാം. കുറച്ചു കാലത്തേക്കാണ് ഈ കുട്ടിയെ സംരക്ഷിക്കാനുള്ള അവകാശം കോടതി നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ആ കാലാവധിയൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് കുട്ടിയെ ഇവരോടൊപ്പം ഓർഫനേജിലേക്ക് അയക്കണം. ഇതെന്റെ മോളാ. ഞാൻ എന്റെ മോളെ ഒരിടത്തേക്കും വിടില്ല. പോലീസാണെന്ന് വിചാരിച്ചേ എന്ത് തെമ്മാടത്തിനും കാണിക്കുന്നൊന്നും വിചാരിക്കണ്ട. ദിയമോളെ ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള കോടതി ഓർഡർ ഉണ്ടോ നിങ്ങളുടെ കയ്യില്? ഈ പറയുന്ന ദിയ എന്ന് പറയുന്ന കുട്ടിയെ ഇവിടെ താമസിപ്പിക്കാനുള്ള കോടതി ഉത്തരവ് നിങ്ങൾ കാണിച്ചാൽ ഞങ്ങൾ പോയിക്കോളാം. വന്ദനെ, ആ കോടതി ഉത്തരവ് അങ്ങ് എടുത്ത് കാണിച്ചേ. എടുക്ക്. അങ്ങനെ ഒരു കോടതി ഉത്തരവുണ്ടെങ്കിൽ ഇങ്ങോട്ട് എടുക്കാൻ. ഇല്ല അല്ലേ? സർ, വേണ്ട. എന്റെ മോളാ ഇവള്. എന്റെ മോളെ ഞാൻ ആർക്കും തരില്ല. വന്ദനമ്മേ, എന്നെ ഇവരോട് വിടല്ലേ വന്ദനമ്മേ. ഇല്ല മോളെ, എന്റെ മോളെ ഞാൻ എവിടേക്കും വിടില്ല. മോള് വാ, മോള് വാ, നമുക്ക് പോവാം. ഇല്ല, എന്റെ മോളെ ഞാൻ ആർക്കും തരില്ല. കൊച്ചിനെ വിടാൻ. വിടാനാ പറഞ്ഞെ. എന്നെ കൊണ്ടുപോകല്ലേന്ന് പറ വന്ദനമ്മേ. കണ്ണി കണ്ടവരുടെ കൊച്ചിന് നിനക്കെന്താടി അവകാശം? അടങ്ങി ഒതുങ്ങി നിന്നോണം. നിങ്ങൾ ആരാണെന്ന് മനസ്സിലായില്ല. എന്റെ മോളെ ദിയ. എനിക്ക് എന്റെ മോളെ ഒന്ന് കാണണം. അവളെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. കുട്ടി, ഇതൊരു ഓർഫനേജാ. നിയമാനുസൃതം കാര്യങ്ങൾ നടക്കുന്ന ഒരു ഓർഫനേജ്. ഇവിടെ വന്ന് മുൻകൂട്ടി അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാറ്. പ്രധാനമായും അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് ബന്ധുക്കളുടെയോ പരിചയക്കാരുടെയോ സംരക്ഷണയിൽ കഴിയുന്ന കുട്ടികളെ. ഞങ്ങൾക്കിനി സംരക്ഷിക്കാൻ പറ്റില്ലെന്നും ഏറ്റെടുത്ത് സംരക്ഷിക്കണമെന്നും പറഞ്ഞ് ബോണ്ട് പേപ്പറിൽ എഴുതി തരുന്നവരുടെ കുട്ടികളെ. അല്ലാത്ത ഒരു കുട്ടികളെയും ഈ ഓർഫനേജിൽ എടുക്കാറില്ല. എങ്കിൽ ഞങ്ങൾ അങ്ങനൊരു ബോണ്ട് തന്നിട്ടില്ല. കുട്ടിയുടെ പേരെന്താന്നാ പറഞ്ഞേ? ദിയ. ദിയ, കെയർ ഓഫ് വന്ദന ആൻഡ് ജഗൻ. അതെ. എന്താ സർ? ആ പറഞ്ഞ വന്ദനയാണ് സർ ഞാൻ, കുഞ്ഞിന്റെ അമ്മ. നിങ്ങൾ ആ കുട്ടിയുടെ അമ്മയാണെന്നുള്ളതിന് തെളിവ് വല്ലതുണ്ടോ? മൊബൈലിൽ കുറച്ച് ഫോട്ടോസ് ഉണ്ട്, ഞാനും മോളും കൂടെ ഉള്ളത്. ഞാനത് കാണിച്ചു തരാം. നോക്കൂ കുട്ടി, ഇത് AI-യുടെ കാലമാണ്. അങ്ങനെയുള്ള തെളിവുകളൊന്നും ഇവിടെ കാണിച്ചിട്ട് ഒരു കാര്യമില്ല. കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങൾ കുട്ടിയുടെ അമ്മയാണെന്ന് തെളിയിക്കുന്നതിനുള്ള രേഖ, അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നോ ചാൻസ്. സർ, എന്റെ മോളെ വിളിക്കോ. അവൾ എന്നെ കാണുമ്പോ എന്നെ തിരിച്ചറിയും. അതൊന്നും തക്കതായ തെളിവുകളല്ല. സോറി. ഇതാണ് ബോണ്ട്. ഇതിൽ ഒപ്പിട്ടിരിക്കുന്നത് കരുണാകരക്കുറുപ്പിന്റെ മകൻ ജഗനാണ്. ജഗനെ പോലൊരാൾ, അതും കുറുപ്പ് സാറിന്റെ മകൻ, ഒരു കള്ള ബോണ്ട് തയ്യാറാക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സോറി, എനിക്കല്പം തിരക്കുണ്ട്. നിങ്ങൾക്ക് പോകാം. എന്താ പോകുന്നില്ലേ? ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാനാണ് ഭാവമെങ്കിൽ എനിക്ക് സെക്യൂരിറ്റി വിളിക്കേണ്ടി വരും. കുറുപ്പ് സാറേ, സക്സസ്. സത്യമാണോ? പരമമായ സത്യം. ആ ഓർഫണേജിൽ ദിയമോളെ കൊണ്ടാക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തതും
ബോണ്ട് വെച്ചതും ജഗനാണെന്ന് വന്ദന പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടാണ് പോയത്. അവളുടെ വിശ്വാസത്തിന് ആക്കം കൂട്ടാൻ ഇതെല്ലാം ജഗൻ ചെയ്യാൻ കാരണം വിക്രവുമായിട്ടുള്ള കൂട്ടുകെട്ട് കൂടിയാണെന്ന് ഞാനങ്ങ് പറഞ്ഞു ഫലിപ്പിച്ചു. വിക്രമിന് ജീവിതത്തിൽ ഒരിക്കലും ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ലാത്ത എന്റെ പെങ്ങള് അതങ്ങ് വിശ്വസിക്കുകയും ചെയ്തു. ഗുഡ്, വെരി ഗുഡ്. ജഗനെ അത്ര പെട്ടെന്ന് അവിശ്വസിക്കുന്നവളല്ല വന്ദന. പക്ഷേ ജഗനേക്കാൾ വന്ദന ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ദിയമോളെയാ. ദിയമോളെ ജഗൻ ഒരിക്കലും ഒഴിവാക്കുകയോ ഭാരമായി കാണുകയോ ചെയ്യില്ലെന്ന ഒരൊറ്റ ഉറപ്പിലാ ജഗന്റെ താലിയും ചുമന്ന് വന്ദന നടക്കുന്നത്. ആ ഉറപ്പ്, വിശ്വാസം അത് നഷ്ടപ്പെട്ടാൽ വന്ദന ജഗന്റെ താലി പൊട്ടിച്ചെറിയും. ദിയമോളെ ഒഴിവാക്കിയുള്ള ഒരു കുടുംബജീവിതത്തിന് വന്ദന ഒരിക്കലും തയ്യാറാവില്ല. രണ്ടാമതേ വന്ദനയുമായി ഓർഫണേജിൽ പോയപ്പോ അവരെങ്ങാനും തിരിച്ചറിഞ്ഞിരുന്നെങ്കിലേ പണി പാളിയനെ. ഞാനങ്ങോട്ട് മാറിക്കായിരുന്നു. ആ ഓർഫനേജ് ഇതും പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നടേ. ജഗൻ അവിടെ ചെന്നിരുന്നും പറഞ്ഞു. കഥ അറിയാവുന്നതുകൊണ്ട് ഞാനെല്ലാം അങ്ങ് സമ്മതിച്ചു കൊടുത്തു. ഇനി ഈ കഥയ്ക്കൊരു ട്രാജഡി ക്ലൈമാക്സ് രംഗം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. വന്ദനയും ജഗനും തമ്മിൽ എന്നേക്കുമായിട്ട് പിരിയ. എന്നാ ശരി സാറേ, ഞാൻ പിന്നെ വിളിക്കാം.